2 രൂപ. എന്നാ പിടിക്കണ്ട. ദൈവമേ, ഞാൻ എന്തൊക്കെ കാണണം. സാറേ വീഴല്ലേ. പിടിക്കണല്ലേ? ഞാൻ പിടിച്ചില്ലല്ലോ, ഞാൻ തൊട്ടില്ല. കഴുതേ എന്തോ? അപ്പൊ നീ കഴുതയാണോ? അതെ. അല്ല പിന്നെ എന്തിനാ വിളി കേട്ടത്? സാറ് വിളിച്ചത് കൊണ്ട്. അപ്പോ നീ എന്നെ അനുസരിക്കും അല്ലേ? എങ്കി നീ എന്നെ കഴുതയെന്ന് വിളിക്കും. നീ എന്നെ തിരിച്ചു വിളിക്കാൻ കഴുതയെന്ന്. 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യം. സാറേ ഞാൻ വിളിയടാ. സാറേ ഞാൻ പാവമാണ്. അതുകൊണ്ടല്ലേ വിളിക്കാൻ പറഞ്ഞത്. വിളിക്ക്. കഥയല്ലടാ, കഴുത. വിളിക്കേ. ഇല്ല. വിളിക്കാൻ. കഴുത. ഒന്ന്. ഇനി ഇല്ല. കഴുത 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 കഴുത. എന്താടാ നിർത്തിക്കളഞ്ഞേ? ഇനി വിളിക്ക്. കഴുത 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 കഴുത. എന്റെ പേരെന്താണെന്നറിയാമോ നിനക്ക്? ഇല്ല, അറിയില്ല. ഇല്ല. MA വൈശാഖൻ. MA. ആദ്യം അവസാനം MA, ഡബിൾ MA. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? സാറ്. അതിനൊരർത്ഥവുമില്ല. PC കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിനക്ക്? എന്താ? ഒന്നുമില്ല. ഉണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കോടീശ്വരൻ, പിന്നെ വൈശാഖന്റെ തന്ത. ഒറിജിനൽ തന്തയല്ല, ഡ്യൂപ്ലിക്കേറ്റ് തന്ത, 2ാം അച്ഛൻ. ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആകുകയില്ലായിരുന്നല്ലോ. കുട്ടാ, എന്തോ? നീ കല്യാണം കഴിച്ചോ? ഇല്ല. എന്നാ കഴിക്കരുത് ഒരിക്കലും. എല്ലാ പെണ്ണുങ്ങളും യക്ഷികളാണ്ട, ചോര കുടിക്കുന്ന യക്ഷികൾ. നീ സൂക്ഷിച്ചു നോക്കിയേ, ഒരെണ്ണത്തിന്റെ കാല് നില തുറക്കുന്നില്ല. സ്കൂട്ടർ. വേണോ? സാറായിരുന്നല്ലേ? Come on my friend. കൂട്ടാ, നീ ആ കുപ്പീന് 2 ഗ്ലാസ് ഇങ്ങനത്തെ. എനിക്ക് വേണ്ട. എനിക്ക് വേണം. ഞാൻ പോയി വേണു സാറിന് ചായ ഇട്ടോണ്ട് വരാം. വേണ്ട, ചായ ആർക്കും കൊടുക്കണ്ട. തോന്നുമ്പോ ചായ ഇടാൻ ഇതെന്താ ചായക്കട? നിനക്ക് പട്ട വേണം? I'll bring it for you, my dear. I'll bring. ഇന്ന് എപ്പോ തുടങ്ങി? കോളേജിൽ നിന്ന് വരുമ്പോഴേ ഇങ്ങനെയായിരുന്നു. സാർ, ഇനി കുടിക്കാൻ സമ്മതിക്കരുത്. ഇന്നിനി കുടിക്കണ്ട. വിടറാ. ഞാൻ കുടിക്കും, നീ ആരാ ചോദിക്കാൻ? വിടാൻ. ഇല്ല, വിടാനാ തരില്ല. തരില്ല. കുടിക്കണ്ടെന്നാ പറഞ്ഞത്. You bastard, you get out! Sir, Venu sir. മായ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ആരാ കൂട്ടുകാരൻ? 2 ദിവസം കൊണ്ട് എന്നെ മതിയായി. ഞങ്ങൾക്ക് നല്ല നെയ്ബറെ തന്നെ കിട്ടി. വൈശാഖനെ മായ പരിചയപ്പെട്ടില്ലേ? വൈശാഖൻ നമ്മുടെ കോളേജിൽ തന്നെ പുതിയ ഇംഗ്ലീഷ് ലെക്ചറർ. എന്റെ പഴയ ഫ്രണ്ടാ. പ്രീ ഡിഗ്രി സ്റ്റുഡൻസ് പറയുന്നത് കേട്ടു, പുതിയ ലെക്ചർ ഇംഗ്ലീഷ് ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. സമയം പോകുന്നതേ അറിയുന്നില്ലെന്ന്. വൈശാഖൻ നല്ല പേരല്ലേ സർ? ഇയാൾ ലെക്ചറോ? ഐ കാന്റ് ഇമാജിൻ. കുടിക്കുന്നവരൊക്കെ ഇങ്ങനെയാണോ? മായ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല.
പിന്നെ ശബ്ദം കേട്ടത്. വി വേർ റിക്ലക്ടിങ് അവർ ഓൾഡ് മെമ്മറീസ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരുമിച്ച് പല നാടകങ്ങളും കളിച്ചിട്ടുള്ളതാ. അതിലെ ഡയലോഗ് സമയ കേട്ടത്. എനിക്കും തോന്നി ഡ്രാമയാണെന്ന്. ഒരു സാധു മനുഷ്യനാ ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നത്. ഒരു ശല്യമില്ലായിരുന്നു. ഇനിയിപ്പോ ഒന്നുകിൽ ഞങ്ങൾ ഈ വീട് വിറ്റ് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇതുവരെ മായ വൈശാനെ പരിചയപ്പെട്ടില്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പരിചയപ്പെട്ടാൽ മായയുടെ ഈ അഭിപ്രായമൊക്കെ മാറിക്കോളും, അതുറപ്പാ. അയ്യോ വേണ്ട, താങ്ക്സ് ടു ഗോഡ്. എന്റെ ഭാഗ്യം. ഏതായാലും ഞങ്ങളുടെ ലെക്ചറർ വേറെ ആളാണല്ലോ. ഞാൻ വരട്ടെ. സർ, ആരെ കൊണ്ടോ കഴുതാൻ ഇമ്പോസിഷൻ പോലെ പറയിക്കുന്ന കേട്ടു. അതും നാടകത്തിലെ ഡയലോഗ്സ് ആയിരുന്നു. അത് പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറേ, സാറേ, ഊണ് കഴിക്കാം. നേരെ ഒരുപാടായി. വേണോടെ പോയി? സാറ് പോയി. പറയാതെ പോയല്ലേ? സാറ് ചീത്ത വിളിച്ചപ്പോഴാ പോയത്. ഞാൻ അവന് ചീത്ത പറഞ്ഞോ? ഓ, വിളിച്ചു. ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചു. പാവം വേണു സാറ് വളരെ വിഷമിച്ചാ പോയത് കേട്ടോ. ഏതായാലും ഇന്നലെ കൊണ്ട് മനസ്സിലായി നീ പറഞ്ഞ ആ പുതിയ ഇംഗ്ലീഷ് ലെക്ചറുടെ യോഗ്യത. നിനക്കെന്താ പിടിച്ചില്ലേ? പിന്നെ കുടിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം കാര്യം. നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വൈശാൻ സാറിന് ആവശ്യമില്ല. ആ, ഞാൻ പോട്ടെ. ഫസ്റ്റ് പീരിയഡ് വൈശാൻ സാറിന്റെ ക്ലാസ്സാ. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. ബൈ. ബൈ. ഹായ്. ഹായ്. എന്താ പ്രിയ? അതെ. കഴിച്ചു കൂട്ടി. ഞാൻ വിളിച്ചപ്പോ വരാൻ എന്റെ ലേഡി ആയിരുന്നല്ലേ. ഇങ്ങനെ ഇരിക്കണം ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ വിശ്വാസമല്ലേ? ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ വേലികൾ ഒന്നും തന്നെ പാടില്ലെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അല്ല, നിന്നെ പോലെ എന്റെ ഇഷ്ടത്തിന് വേലിയുണ്ട്. ആ തരത്തിൽ ഇഷ്ടം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. നമുക്കൊരു ഫിലിമിന് പോവാം. അയ്യോ, ഞാൻ വരുന്നില്ല. ഇങ്ങനെ പേടിച്ചാലോ? തുടങ്ങി. ഗ്രേറ്റ് ഇംഗ്ലീഷ് പോയംസ്. അത് ശരി. ഓ, നാളെ കോളേജ് കോമ്പറ്റീഷനിൽ ചൊല്ലാനുള്ള കവിത. അതാണ് ഇത്ര ശ്വാസം പിടിച്ചിരുന്ന് വായിക്കുന്നല്ലേ? വീട് മോളെ. അപ്പൊ കലയുടെ കൂട്ടത്തിൽ അല്പസ്വല്പം മോഷണമൊക്കെ ഉണ്ടല്ലേ? എന്നിട്ട് പറയാമല്ലോ എന്റെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്നൊക്കെ. മോനേട്ടൻ പ്രാന്ത. ഇതൊക്കെ ഒരു ഇൻസ്പിറേഷന് വേണ്ടി വായിക്കുന്നതല്ലേ? എന്നാ എല്ലാ കള്ളന്മാരും പറയാറുള്ളത്. മായക്ക് വേറെ ഒരു ജോലിയില്ലേ? ഈ കവിത, ചായം, ബ്രഷ്, പെയിന്റിങ്, ഓ, ഇതൊക്കെ കേട്ടാ എനിക്ക് അപ്പ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. വേറെ എന്തെല്ലാം നല്ല ഹോബികളുണ്ട്. മോനേട്ടൻ എന്താ വിഷമം? എന്റെ ബുദ്ധിയും കയ്യുമല്ലേ, ഞാൻ സഹിച്ചോളാം. ഓ, എന്താ വേണമെങ്കിലും ആയിക്കും. എടുത്ത് കളയടാത്. ഡാഡി, പിള്ള വരുന്നുണ്ട്, വിളിക്കട്ടെ. ഓ, ഒന്ന് വന്ന്. ഏയ്, നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. പക്ഷെ പിള്ളേ, വരണം വരണം. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? കച്ചവടമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എന്നാ ചോദിക്കട്ടെ, നമ്മുടെ വീട് ആർക്കാ വാടക കൊടുത്തിരിക്കുന്നത്? സാറിനറിയില്ലേ? ഇല്ല. കോളേജ് ലെക്ചറാ. അല്ല, കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് കൂടെ ഒന്ന് ആലോചിക്കാമായിരുന്നു. ഒന്നുമില്ലേലും അയൽവാസികളല്ലേ? അല്ല, മറ്റൊന്നുകൊണ്ടല്ല. മിസ്റ്റർ പിള്ളയ്ക്ക് അറിയാമല്ലോ, ഞാനും എന്റെ മക്കളും കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ. ഇയാള് കോളേജ് ലെക്ചറോ ഏത് പണ്ടാരമായിക്കൊള്ളട്ടെ, ഇങ്ങനെയുണ്ടോ മനുഷ്യർ? എപ്പോ നോക്കിയാലും കുടി തന്നെ കുടി. കുടിച്ചാൽ വയറ്റി കിടക്കുമോ? പിന്നെ തുടങ്ങി വഴക്കും ബഹളവും. എടുത്താൽ അസഭ്യമേ പറയൂ. അയ്യോ സാറേ, ഞാനതൊന്നും അറിഞ്ഞില്ല. വേണു സാറിന് സുഹൃത്താണെന്ന് പറഞ്ഞപ്പോ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. 3 മാസത്തെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ളൂ. എപ്പോ വേണമെങ്കിലും വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ പറയാം, വേറെ വീട് നോക്കിക്കൊള്ളേ. അത് മതി. ഇങ്ങനെ അയൽവക്കാർ വെറുപ്പിച്ചിട്ടുള്ള വാടകക്കാരനെ ഈ പിള്ളയ്ക്ക് വേണ്ട. അത് ധാരാളം മതി. ഈ വീട് പൂട്ടിയിടേണ്ടി വന്നാലും ശരി.
ആ ഇതാരും കരുണാകരമല്ലയോ? ഇരിക്കി ഇരിയെന്നേ. ഇതിൽ വെച്ചാ മതി. ഗ്ലാസ് വേണ്ട വേണ്ട. റിലേഷന് പാടാന്നില്ലെങ്കിലും വേണ്ട. സാർ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിച്ചു. സാറ് എനിക്ക് എന്റെ ഡാഡിയെ പോലെയാ. ഞാൻ വരട്ടെ വരട്ടെ. വരട്ടെ. സുരേഷ് മേനോൻ, ഫസ്റ്റ് BA, നമ്പർ 84. ആ കുട്ടി ഇല്ലെന്ന് തോന്നുന്നു. ഈ കാലത്ത് കവിതാ സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു. അടുത്തയാളെ വിളിച്ചോ. ശാന്താദേവി, സെക്കൻഡ് BSc, നമ്പർ 132. നെക്സ്റ്റ്. ജലജ നായർ, തേർഡ് BCom, നമ്പർ 87. നെക്സ്റ്റ്. മായ S. മേനോൻ, ഫൈനൽ MA, നമ്പർ 43. അന്തരാത്മാവിന്റെ ഏകാന്ത സുന്ദര ബന്ധുരനാഥ സംഗീതികയായി എന്റെ ദിവസ്വപ്ന പഞ്ചരം തന്നിൽ നിൻ മന്ദഹാസം കണ്ടു ഞാനുണർന്നു. ഞാനുണർന്നേതോ കിനാവിലെ ആശമവേപതോ ഗാത്രിയായി കാതുകളിൽ നീയമൃതായി നരുദേൻ കണമായി മധുമാരിയായി അത്ഭുതശാരികയായി ആത്മാവും ആത്മാവും ആലിംഗനം ചെയ്യും ആരോ മഹർഷേറ്റു നിൽക്കേ പാടുകയാണൻ നഗരങ്ങൾ മറ്റൊരു ഗീതകം സായുജ പ്രേമഗീതം. അന്തരാത്മാവിന്റെ ഏകാന്ത സുന്ദര ബന്ധുരനാഥ സംഗീതികയായി. വൈശാഖൻ, കോമ്പറ്റീഷൻ ഒരേ ഒരു കുട്ടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിലയ്ക്ക് പ്രൈസ് ആ കുട്ടിക്ക് കൊടുക്കാതിരുന്നാൽ എങ്ങനെയാ? എന്റെ അഭിപ്രായം ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഒരേ ഒരു കുട്ടിയുള്ളതുകൊണ്ട് മാത്രം സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കവിതയാണെന്നും പറഞ്ഞ് ഏത് ചവരനും സമ്മാനം കൊടുക്കുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. അത് തന്നെ മിസ്റ്റർ വൈശാഖൻ. കഴിഞ്ഞ 2-3 വർഷമായി ആ കുട്ടി തന്നെയാണ് വിന്നർ. കൂടാതെ സെക്കൻഡ് ഇൻ യൂണിവേഴ്സിറ്റി ലെവൽ ഓൾസോ. സോ വാട്ട്? എന്നാ പിന്നെ ഇഷ്ടമുള്ളവർക്ക് വിളിച്ചു കൊടുത്താൽ പോരായിരുന്നു? കവിതാ പാരായണമെന്നൊരു പ്രഹസനത്തിന്റെ ആവശ്യം എന്തായിരുന്നു? പേഴ്സണൽ പ്രജുഡിസ് വെച്ചുകൊണ്ട് ആരും അഭിപ്രായം പറയരുത്. ഒരു ഇംഗ്ലീഷ് ലെക്ചർക്ക് മലയാളം കവിത ജഡ്ജ് ചെയ്യാൻ എങ്ങനെ കഴിയും? ആ കുട്ടിയെന്ന് വിളിക്കാവോ? ദേവസ്യ, ആ മായ എന്ന് വരാൻ പറയൂ. ശരി മേഡം. നമസ്കാരം. ഇവരിൽ പലർക്കും സംശയമാണ് ഞാൻ തന്റെ കവിത ചവറാണെന്ന് പറഞ്ഞത് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടാണെന്ന്. പേഴ്സണൽ പ്രജുഡിസ്. ഒരുപക്ഷെ ആയിരിക്കാം. ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. താൻ കഴിഞ്ഞ 3-4 വർഷമായി ഈ വിശ്വവിദ്യാലയത്തിലെ ആസ്ഥാന കവിയാണല്ലോ. താൻ ഇന്നലെ ചൊല്ലിയ കവിത എന്റെ കാലക്കെണ്ണൊന്ന് കേൾക്കാനിടയായി.
കവിതയെക്കുറിച്ചുള്ള എന്റെ പരിജ്ഞാനം വളരെ കുറവാണ്. അതുകൊണ്ട് കവിത എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. ദയവായി ഒരിക്കൽ കൂടി ആ കവിത ഒന്ന് ചൊല്ലാമോ? മറന്നുപോയി കാണുമല്ലേ? എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. അന്തരാത്മാവിന്റെ ഏകാന്ത സുന്ദര ബന്ധുരനാദ സംഗീതികയായി എന്റെ ദിവാസ്വപ്ന പഞ്ചരം തന്നിൽ നിൻ മന്ദഹാസം കണ്ടു ഞാനുണർന്നേതോ കിനാവിലെ ആശ്രമ വേപഥുഗാത്രിയായി കാതുകളിൽ നീ അമൃതായി നറുതയൻ കണമായി മധുമാരിയായി അത്ഭുത ശാരികയായി ആത്മാവും ആലിംഗനം ചെയ്യും ആ രോമഹർഷങ്ങളേറ്റു നിൽക്കേ പാടുകയാണെൻ അധരങ്ങൾ മറ്റൊരു ഗീതകം സായുജ്യ പ്രേമഗീതം. ബൈറന്റെയും ഷെല്ലിയുടെയും കീറ്റ്സിന്റെയും ഒക്കെ പേരുകൾ കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കവിത ഉണ്ടാവില്ല. മിനിമം അവരുടെ കൃതികൾ തർജ്ജമ ചെയ്യാനുള്ള ഭാഷാ പരിജ്ഞാനമെങ്കിലും വേണം. കയ്യിൽ കടലാസും പേനയുണ്ടെന്ന് വെച്ച് ആരും കവിയാവില്ല. ബ്രഷും പെയിന്റും ഉണ്ടെന്ന് വെച്ച് ആരും പെയിന്ററും ആവില്ല. മണിമാളികയിൽ കവിത ജനിക്കില്ല കുട്ടി. യഥാർത്ഥമായ ജീവദർശനമുള്ളവർക്ക് അത് സാധിക്കും. കവിത ഛന്ദോബദ്ധമായിരിക്കണം. വൃത്തതാള നിബദ്ധം. ഭാവഭംഗിയും രൂപഭംഗിയും ഒപ്പം വേണം. ഈ കവിതയിൽ ശബ്ദം മാത്രമേ ഉള്ളൂ. അർത്ഥമില്ലാത്ത കുറെ പദങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ആശയശുദ്ധിയില്ല, ആവർത്തന വിരസത. ആശ്രമ വേപഥു, ആ വാക്ക് തന്നെ തെറ്റ്. ആശ്രമത്തിന് എന്ത് വേപഥു? ആത്മാവും ആലിംഗനം തെറ്റ്. അധരങ്ങൾ പ്രയോഗം തെറ്റ്. അധരമാണ് ശരി. ഓഷ്ടവും അധരവും. ഇനി എന്താ ഇതിന്റെ അർത്ഥം? അമൃതായി നറുതേൻ കണമായി മധുമാരിയായി. നോ മീനിങ്. വെറുതെ ശബ്ദകോലാഹലം കൊണ്ട് അന്തരീക്ഷം മലിനമാക്കാനേ പറ്റൂ. ടു പൊള്യൂട്ട് ദ അറ്റ്മോസ്ഫിയർ ഓൾറെഡി പൊള്യൂട്ടഡ്. വെറുതെ അല്ല ചങ്ങമ്പുഴ പാടിയത് നാരികൾ നാരികൾ വിശ്വവിപത്തിൻ നാരായ വേരുകളെന്ന്. ഇത്രേ, ഈ കുട്ടി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരിയാണെങ്കിൽ അർഹിക്കാത്ത പ്രോത്സാഹനവും സമ്മാനവും ഒക്കെ കൊടുത്ത് അത് മുളയിലെ നശിപ്പിച്ച് കളയാതിരിക്കുക. ഡോണ്ട് സ്പോയിൽ ഇറ്റ് ഇൻ ദ ബഡിംഗ് സ്റ്റേജ്.